പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങേയറ്റം ഞെട്ടിക്കുന്നൊരു വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത ഏതാണ്ട് 24 മണിക്കൂറായിട്ടും പതുക്കി വെച്ചിരിക്കുകയാണ്. വാർത്ത ബംഗാളിൽ നിന്നാണ്. ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്നലെ ഒരു പ്രസംഗം നടത്തി. ഇപ്പോൾ ബംഗാളിൽ SIR നടക്കുന്നതിനെതിരെ മമത കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി നിയമിച്ച ജഡ്ജിമാരാണ് ഇപ്പോൾ അവിടെ SIRൻ്റെ ജോലി ചെയ്യുന്നത്. കാരണം മമതാ സർക്കാർ ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് സുപ്രീം കോടതി ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം നടത്തുന്ന പ്രക്രിയയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ ധർണ നടത്തിയ മമത ഒരു പ്രസംഗം നടത്തി. പ്രസംഗത്തിൽ മമത പറയുകയാണ്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തില്ല എങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമുദായമുണ്ട്, അവർ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളെ കൊന്നുകളയും. അതൊഴിവാക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം. একটা কমিউনিটি যখন জোট বাঁধে না, ঘিরে ফেললে 1 সেকেন্ডে দেবে একদম 12টা বাজিয়ে. മമതാ ബാനർജിയെ സപ്പോർട്ട് ചെയ്യുന്ന സമുദായം ഏതാണ്? മുസ്ലിമുകളാണ്. അപ്പോൾ ആരോടാണ് മമത പറയുന്നത്? ഹിന്ദുക്കളോട്. ബംഗാളിലെ ഹിന്ദുക്കൾ മമതാ ബാനർജിക്ക് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ മമതയെ സപ്പോർട്ട് ചെയ്യുന്ന ജനവിഭാഗം, സമുദായം, കമ്മ്യൂണിറ്റി എന്നാണ് അവർ പറയുന്നത്. ആ കമ്മ്യൂണിറ്റിക്ക് ഒരു നിമിഷം മതി നിങ്ങളെ കൊന്നുകളയാൻ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് പറയുകയാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കൾ മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല എങ്കിൽ മുസ്ലിമുകളെ കൊണ്ട് കൊല്ലിക്കുമെന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു. ഇത് വാർത്തയല്ലേ? ഈ വാർത്ത നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞോ? ഏതെങ്കിലും ഒരു ചാനലിൽ ഇതേക്കുറിച്ച് ചർച്ചയുണ്ടായോ? ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മാസം മുമ്പാണ്, ഒരു മാസമല്ല 2 ആഴ്ചയായുള്ളൂ, ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അവിടുത്തെ പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്ന പാകിസ്ഥാൻ ചാര വനിത ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെന്ന് തെളിവുകൾ സഹിതം ഹിമന്ത ബിശ്വ പുറത്തു കൊണ്ടുവന്ന അവിടുത്തെ എം പി ആസാമിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ, അയാളുടെ ഒരു ചിത്രം മുസ്ലിം തൊപ്പി വെച്ചിരിക്കുന്ന അയാളുടെ ഒരു ചിത്രത്തിന് നേർക്ക് തോക്ക് ചൂണ്ടുന്ന ഒരു ചിത്രം ഹിമന്ത ബിശ്വ പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോക്ക് തലയോട് ശരീരത്തോട് ചേർത്ത് വെച്ച് വെടിവെക്കുന്നതിനാണ് പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ ചിത്രം ഉണ്ടാക്കിയപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ വലിയ വിവാദമായിരുന്നു. എന്താണ്? മുസ്ലിമുകളെ കൂട്ടക്കൊല ചെയ്യുമെന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ചിത്രത്തിലൂടെ പ്രതീകാത്മകമായി കാണിച്ചിരിക്കുന്നു എന്നായിരുന്നു വിവാദം. എന്നാൽ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി പരസ്യമായി പൊതുയോഗത്തിൽ പ്രസംഗിച്ചിരിക്കുന്നു, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി അവർക്കൊരു നിമിഷം മതി നിങ്ങളെ കൊന്നു തീർക്കാനെന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് വാർത്തയല്ല. നേരെ തിരിച്ചായിരുന്നെങ്കിലോ? അതാ ഞാൻ പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ട്വിറ്ററിൽ ഒരു ചിത്രം പോയിന്റ് ബ്ലാങ്ക് എന്ന് മാത്രം എഴുതി ഹിമന്ത ബിശ്വ പോസ്റ്റ് ചെയ്തപ്പോൾ കേരളം കത്തിക്കാൻ ശ്രമിച്ചു. ഇത് വാർത്തയല്ല. എത്ര ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? ഹിന്ദുക്കൾക്കെതിരെയാണ് എന്ന് എത്രയോ വട്ടം 100 തവണയല്ല, ആയിരക്കണക്കിന് തവണ തെളിയിക്കപ്പെട്ടു. അതാണ് പ്രിയപ്പെട്ടവരെ, ഇന്നലെ മമതാ ബാനർജി ഇത് പ്രസംഗിച്ചിട്ട് നമ്മുടെ പത്രങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ വാർത്ത വായിച്ചോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു മതത്തെ ഉപയോഗിച്ച് ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ കൊന്നൊടുക്കുമെന്ന് ഒരു മുഖ്യമന്ത്രി പ്രസംഗിച്ചതിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നുണ്ടോ? അപ്പോൾ ഈ നാട്ടിലെ ഹിന്ദുക്കൾ സുരക്ഷിതരാണോ? ഹിന്ദുക്കൾ സുരക്ഷിതരല്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ സംവിധാനം, ഇവിടുത്തെ പ്രതിപക്ഷം എല്ലാവരും ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് നിൽക്കുകയാണ്. ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇതേ വിളി 1947 ഓഗസ്റ്റ് 16 ബംഗാളിൽ കേട്ടതാണ്. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ജിന്ന ഡയറക്റ്റ് ആക്ഷൻ നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെയാണ് കൊന്നുവീഴ്ത്തിയത്. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കി. അങ്ങനെയാണ് ഇന്ത്യ വിഭജനം സാധ്യതമാക്കിയത്.
അതിൻ്റെ രണ്ടാം വിളി പോലെയാണ് മമത ഇപ്പോൾ പറയുന്നത്. എനിക്ക് എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ മുസ്ലിമുകളെ കൊണ്ട് ഹിന്ദുക്കളെ നിങ്ങളെ കൊല്ലിക്കുമെന്ന് ഈ മുഖ്യമന്ത്രി പറയുന്നത്. എനിക്ക് ഭയമാകുന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഭയമാകുന്നു. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഹിന്ദുക്കൾക്കെതിരെ കൊലഭീഷണി, വധഭീഷണി, വെറുതെ അല്ല, മറ്റൊരു സമുദായത്തെ കൊണ്ട് കൊല്ലിക്കുമെന്ന്, മറ്റൊരു മതത്തെ കൊണ്ട് കൊല്ലിക്കുമെന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്ന നാട്ടിൽ ജീവിക്കാൻ എനിക്ക് ഭയമാവുന്നു. അതിലേറെ എനിക്ക് ഭയമാവുന്നു പ്രിയപ്പെട്ടവരെ, അത്തരമൊരു പ്രസംഗമുണ്ടായിട്ട് അതിനെ ഒന്ന് അപലപിക്കാൻ ഈ രാജ്യത്ത് ഒരു മനുഷ്യനില്ല, ഒരു പാർട്ടിയില്ല എന്ന് കാണുമ്പോൾ എനിക്ക് അതിലേറെ ഭയമാവുന്നു. അതിലുമേറെ എനിക്ക് ഭയമാവുന്നു പ്രിയപ്പെട്ടവരെ, ഇത്തരം മൃഗീയമായ വംശഹത്യയ്ക്ക് മറ്റൊരു മതത്തെ ഉപയോഗിക്കുമെന്ന് ഒരു മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ട് അത് വാർത്തയാക്കാത്ത, അത് ജനങ്ങളോട് പറയാത്ത, അത് മറച്ചു വയ്ക്കുന്ന മാധ്യമങ്ങളെ ഓർത്ത് എനിക്ക് ഭയം വരുന്നു. നിങ്ങൾക്കും ഉണ്ടാവണം ഈ ഭയം, നിങ്ങൾക്കും ഉണ്ടാവണം. ബംഗാൾ എന്ന് പറയുന്നത് ഒരുപാട് ദൂരെ ആയിരിക്കാം, പക്ഷെ ബംഗാളിലെ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്, മുഖ്യമന്ത്രിക്ക് ഉറപ്പുണ്ടല്ലേ അവരൊരു വാക്ക് പറഞ്ഞാൽ മുസ്ലിം സമുദായം ഹിന്ദുക്കളെ കൊല്ലുമെന്ന്. മുഖ്യമന്ത്രിക്ക് ഉറപ്പുണ്ട് മുസ്ലിമുകൾ അത് ചെയ്യുമെന്ന്. കാരണം മമതയ്ക്കറിയാം മുസ്ലിമുകൾക്ക് ഹിന്ദുക്കൾ കാഫിറുകളാണ്. അതുകൊണ്ടാണല്ലോ പഹൽഗാമിൽ കലീമ ചൊല്ലാൻ പറഞ്ഞ് വസ്ത്രം പൊക്കി നോക്കിയതിന് ശേഷം ഹിന്ദുക്കളെ കൊന്നത്. അതേ മനോഭാവമുള്ളവർ ഇവിടെയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ തെരുവുകളിൽ ആയിരക്കണക്കിന് ആളുകൾ പെട്ടെന്ന് ആയുധങ്ങളുമായി വന്ന് നമ്മളെ കൊല്ലാൻ തീരുമാനിച്ചാൽ, മമതയെ പോലുള്ള ആളുകളുടെ ആഹ്വാനം കേട്ട് കൊന്നൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല, കൊല്ലപ്പെടുക മാത്രമാണ്. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? പട്ടാളത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു മുഖ്യമന്ത്രിയാണ് ഉറപ്പിച്ച് പറയുന്നത്, ഞാൻ വിചാരിച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് ഒരു നിമിഷം മതി നിങ്ങളെ കൊല്ലാൻ. ബംഗാളിൽ ഇപ്പോഴും ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്, കേരളത്തിലും ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്. അപ്പോൾ മമതയെ പോലുള്ള ആളുകളുടെ ആശയം കേട്ട് ഉറപ്പുകൾ നമ്മളെ ഭയപ്പെടുത്തുന്നു. മമതയുടെ ഉറപ്പ് എന്നെ പേടിപ്പിക്കുന്നു, എൻ്റെ ശരീരത്തെ വിറപ്പിക്കുന്നു. നിങ്ങളുടെ നട്ടലിൻ്റെ ഉള്ളിലൂടെ ഒരു തണുപ്പ് കയറിപ്പോകണം ഇത് കേൾക്കുമ്പോൾ. വല്ലാത്ത ഭീകരാവസ്ഥയാണ്. ആ ഭീകരാവസ്ഥയുടെ പാരമ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് വാർത്തയാകാതിരിക്കുമ്പോഴാണ്. എത്ര പത്രങ്ങൾ, എത്ര ചാനലുകൾ, എത്ര സോഷ്യൽ മീഡിയ ഇത് പറഞ്ഞു. അപ്പോൾ ഹിന്ദുവിനെതിരെ ഒരു ആക്രമണം, കൊലഭീഷണി, വംശഹത്യാ ഭീഷണി ഉണ്ടായാൽ വാർത്ത പോലും ആക്കണ്ട എന്ന് തീരുമാനിക്കുന്ന മാധ്യമങ്ങളുടെ ലോകത്ത്, രാഷ്ട്രീയ പാർട്ടികളുടെ ലോകത്ത്, രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃപദവിയുടെ കീഴിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. വല്ലാത്ത ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ്. ഈ ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കേരളം വലിയ ദൂരെയൊന്നുമല്ല. കേരളവും ഈ തരത്തിലേക്ക് മാറും. വി ഡി സതീശൻ പറഞ്ഞതായിട്ട് കേട്ടു. ഞാൻ എൻ്റെ വാർത്താ ലിങ്ക് കണ്ടില്ല, അതുമായി ബന്ധപ്പെട്ട ചില കാർഡുകളൊക്കെ കണ്ട. വ്യാജമാണോ എന്നറിയില്ല. വ്യാജമാണെങ്കിൽ സതീശൻ പറയേണ്ടതാണ്. സതീശൻ പറഞ്ഞ് എല്ലാവരും മുസ്ലിമായ എന്താ കുഴപ്പം? ഞാൻ അധികാരത്തിൽ വന്നാൽ ആദ്യം ഹിന്ദു ഭീകരത അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുക എന്ന് സതീശൻ പറഞ്ഞതായി കേട്ടു. ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് സംഭവിക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് സംഭവിക്കുമെന്ന് സതീശൻ ഉറപ്പിക്കുകയാണ്. സതീശന് ഭരണം കിട്ടുമെന്നാണ് സതീശൻ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ ജീവിക്കും? കേരളത്തിലേക്ക് ബംഗാളിലെ ഈ സന്ദേശം വരാൻ വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ ബംഗാളിൽ വംശഹത്യ ഉണ്ടായപ്പോൾ അങ്ങനെയൊന്നും ബംഗാളികൾ തോറ്റുകൊടുത്തില്ല. അവിടെ ഉണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു, ഗോപാൽ ചന്ദ്ര മുഖർജിയെ ഓർക്കുന്നു. ഗോപാൽ പത്ത എന്ന പത്ത എന്ന് പറഞ്ഞ ആടാണ്. അവിടുത്തെ ഒരു ആട്ടിറച്ചി വിൽപ്പനക്കാരനായിരുന്നു ഗോപാൽ പത്ത. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ, ഹിന്ദു കുഞ്ഞുങ്ങളുടെ കഴുത്ത് വെട്ടി ഓടയിൽ തള്ളി എറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഗോപാൽ പത്ത എന്ന് പറയുന്ന കശാപ്പുകാരൻ, ഇറച്ചിക്കട നടത്തിയിരുന്ന ഗോപാൽ ചന്ദ്ര മുഖർജി, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആരാധകനായിരുന്ന ഗോപാൽ പത്ത ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടി ഗുസ്തിക്കാരൻ കൂടിയായിരുന്നു. നമ്മുടെ ഹിന്ദുക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. മമതയുടെ ബംഗാളിലാണ്. ഇതേപോലെ അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി സുഹറവർദ്ധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന പ്രീമിയർ എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിയെ, ബ്രിട്ടീഷ് ബംഗാളിലാണ്, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സുഹറവർദ്ധി നേരെ വന്ന് പോലീസ് കൺട്രോൾ റൂമിൽ ഒരു കസേരയിട്ട് അവിടെ ഇരുന്നു. കാരണം പോലീസുകാർ ഹിന്ദുക്കളെ സഹായിക്കാൻ, ഈ മുസ്ലിം അക്രമകാരികളെ ചെറുക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ, ഹിന്ദുക്കൾ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പോലീസ് കൺട്രോൾ റൂമിൻ്റെ നിയന്ത്രണം കയ്യിലടക്കാൻ HS സുഹറവർദ്ധി പോലീസ് കൺട്രോൾ റൂമിൽ വന്നിരുന്നു, മമത ചെയ്തതുപോലെ തന്നെ. അപ്പോഴാണ് ഗോപാൽ പത്ത തീരുമാനിച്ചത്, അദ്ദേഹം ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടി വീട്ടിലുള്ള ആയുധം എടുത്തുകൊണ്ട് വാടാന്ന് പറഞ്ഞു, ഉള്ളതെടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞു.
കാരണം നമ്മുടെ സഹോദരിമാരെ മാനഭംഗപ്പെടുത്തി കൊല്ലുന്നു, നമ്മുടെ സഹോദരങ്ങളെ വെട്ടിക്കൊല്ലുന്നു, നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ അരിഞ്ഞു വീഴ്ത്തുന്നു, കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭാരത് ജാതീയ ബാനി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ടാക്കി ഗുസ്തിക്കാരനായ ഗോപാൽ പത്ത ഒരുപാട് ദിവസമൊന്നുമില്ല, 1-2 മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കി 500ഓളം ചെറുപ്പക്കാർ ആയുധമെടുത്തങ്ങ് പൊരുതി. ഏകപക്ഷീയമായി ഹിന്ദുക്കളെ കൊന്നുകൊണ്ടിരുന്ന മുസ്ലിം അക്രമകാരികളെ നേരിട്ടു. പിന്നെ ബംഗാളിൽ അങ്ങ് ചോരപ്പുഴ ഒഴുകി. അതാണ് ബംഗാൾ. മമത മറന്നുപോകും. അവസാനം മഹാത്മാഗാന്ധി വന്നിട്ട് ഗോപാൽ പത്തോട് പറഞ്ഞു, ആയുധം താഴെ ഇടാൻ പറഞ്ഞു. പറ്റില്ല, പോയി പണി നോക്കൂ. ഈ ഹിന്ദുവിനെ കൊന്നുകൊണ്ടിരുന്നപ്പോൾ എവിടെയായിരുന്നു ഗാന്ധി നിങ്ങളെന്ന് ചോദിച്ചു. ഗാന്ധി എന്ന് പറഞ്ഞ എന്താ? മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുകയാണെങ്കിൽ നമ്മൾ കൊല്ലപ്പെടണം. ഇവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ അതിന് വിധേയരായി കീഴടങ്ങിക്കൊള്ളണം. കൊന്നു കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മടുക്കും, അപ്പോൾ ബാക്കിയുള്ള ഹിന്ദുക്കൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞതാണ് മഹാത്മാഗാന്ധി. കള്ളമല്ല. ഗാന്ധിയുടെ കളക്റ്റീവ് വർക്ക്സ് എടുത്ത് വായിക്കൂ, അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗാന്ധിയോട് ഗോപാൽ പത്ത പറഞ്ഞു, മനസ്സില്ല, എൻ്റെ അമ്മമാരെ, എൻ്റെ സഹോദരികളെ, എൻ്റെ അനിയത്തിമാരെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു. അവസാനം കലാപകാരികൾ ഓടി, ചോര ഒഴുക്കി ഹിന്ദു. അതാണ് ബംഗാൾ. ഇന്നിപ്പോൾ ബംഗാളിൽ ഒരു ഗോപാൽ പത്തയല്ല, 1000 ഗോപാൽ പത്തമാരെ കിട്ടും. പക്ഷേ നമ്മുടെ കേരളത്തിൽ എനിക്ക് സംശയമാണ്. കാരണം കേരളത്തിലെ ഹിന്ദു അല്ലല്ലോ. കേരളത്തിലെ ഹിന്ദു CPM ആണ്, കോൺഗ്രസ് ആണ്, മതേതരവാദിയും കൂടിയാണ്. അതുകൊണ്ട് കേരളത്തിലെ പ്രിയപ്പെട്ട ആളുകളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർക്കണം, നമുക്ക് നമ്മളെ രക്ഷിക്കാൻ ഒരു ഗോപാൽ പത്ത ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ഗോപാൽ പത്തമാരായി മാറേണ്ടവരാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഒരു വലിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, അവർ പരാജയ ഭീതി കൊണ്ട് ആധിമൂത്ത് ഭ്രാന്തിളകി പരസ്യമായി ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, ഞാൻ വീണ്ടും പറയുകയാണ്, ആവർത്തിച്ച് പറയുകയാണ്. എന്തിനാണ് ആവർത്തിച്ച് പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത്. കാരണം എൻ്റെ ഭയം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതൊരു വാർത്ത പോലുമാക്കാൻ, ഒരു ബിറ്റ് ന്യൂസ് ആക്കാൻ, ഒരു ബൈറ്റെങ്കിലും കാണിക്കാൻ, അതിലൊന്ന് പ്രതിഷേധിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല. ഇവിടെ മതേതരവാദികൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മളെ കൊല്ലുമെന്ന്, എന്നെയും നിങ്ങളെയും നമ്മുടെ സഹോദരങ്ങളായ ഹൈന്ദവ സമാജത്തിൽപ്പെട്ട ആളുകളെ കൊല്ലുമെന്ന്, ആര് കൊല്ലുമെന്ന്, ഞാൻ തോറ്റാൽ ഒറ്റ നിമിഷം മതി, 1 മിനിറ്റ്. പണ്ട് ഒവൈസി പറഞ്ഞത് 15, ഇന്ത്യയിലെ പോലീസും പട്ടാളമൊക്കെ ഒന്ന് മാറി നിന്നാൽ 15 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. മമത അത് കുറച്ച് 1 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. 1 മിനിറ്റാണ് നമ്മുടെ ആയുസ്. ഒറ്റ മിനിറ്റ്. തിരിച്ചറിയണം. കാരണം നമുക്ക് ഇത് പരിഹരിക്കാൻ കഴിയും. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ കയ്യിലുള്ള വോട്ടവകാശം ഉപയോഗിച്ച്. ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ ഭരണപക്ഷം കേരളത്തിലെ ആർക്കു വേണ്ടി ആണ് ഇത്തരം ആഹ്വാനങ്ങളോട്, ഇത്തരം ഭീഷണികളോട് പ്രതികരിക്കാതിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് നമ്മളെ ഉള്ളൂ, ഓടിപ്പോകാൻ വേറൊരു ഇടമില്ല. അതുകൊണ്ട് ഗോപാൽ പത്തമാരായി നമ്മൾ മാറണം. നമ്മളെ ദ്രോഹിക്കുന്നവരെ, നമ്മളെ കൂട്ടക്കൊല ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നവരെ കുറിച്ചും മൗനം പാലിക്കുന്നവരെ തിരിച്ചറിയാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും മമതാ ബാനർജിയുടെ ഈ പ്രസംഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. ഏതായാലും ഞങ്ങൾ ഇത്തരം സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ഉറപ്പ്. നിങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കിത് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഉറപ്പായും നമ്മുടെ വീഡിയോ കണ്ടാൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.